നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. കർശന വ്യവസ്ഥകളോടെയാണ് വിചാരണ കോടതിയായ എറണാകുളം സെഷൻസ് കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചതും മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് പൾസർ സുനിക്ക് മുന്നിൽ കോടതി വെച്ചിരിക്കുന്നത്. പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത്, ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ, നമ്പർ കോടതിയെ അറിയിക്കണം, 2 ആൾ ജാമ്യം വേണം, 1 ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം, എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ട് പോകരുത് എന്നിങ്ങനെ പോകുന്നു ജാമ്യ വ്യവസ്ഥകൾ. സുനിയുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സുനി തന്റെ അമ്മയ്ക്കരികിലാണ് ഇപ്പോൾ. അതേസമയം കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിന്റെ പങ്ക് വ്യക്തമായത് മുതൽ പ്രസ്തുത കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് മാഡം. ഈ കേസിലെ മാഡം ആരാണെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകത്തിന് വ്യക്തമായിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിനോട് അനുബന്ധിച്ച പല തവണ ഈ പേര് ഉയർന്നു വന്നിരുന്നു. ദിലീപുമായി ബന്ധപ്പെട്ട പല സ്ത്രീകളും മാഡം ആണെന്ന തരത്തിൽ സംശയിക്കപ്പെടുകയും ചെയ്തിരുന്നു. മുമ്പ് മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്ന് പ്രതി പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്വേഷണം തുടരവേ കേസിൽ മാഡത്തിന് വലിയ പങ്കില്ല എന്നായിരുന്നു സുനി പിന്നീട് പറഞ്ഞത്. എന്നാൽ മാഡത്തിന്റെ പേര് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനായിരുന്നു. കോടതിയിൽ കീഴടങ്ങാൻ തീരുമാനിച്ച സുനിയുടെ കൂട്ടുപ്രതികളിൽ നിന്നാണ് മാഡത്തിന്റെ പേര് ഫെനിക്ക് കിട്ടിയത്. ആക്രമിക്കാൻ വേണ്ടി കാറിൽ കയറിയപ്പോൾ സുനി നടിയോട് മാഡത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്ന് സംഭവം നടന്നപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാഡത്തിന്റെ കൊട്ടേഷൻ എന്നായിരുന്നു പറഞ്ഞതെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് അന്ന് കാര്യമാക്കിയില്ലെന്ന ആക്ഷേപവും ഉയർന്നതാണ്. അതിനുശേഷം നടിയെ ആക്രമിച്ച കേസ് വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറും മാഡത്തെ സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത്. സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുന്ന വേളയിൽ നടൻ ദിലീപ് മാഡത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയെന്നും സംസാരിക്കുന്നതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് തന്നെ ചൂണ്ടി ദിലീപ് മാഡത്തെക്കുറിച്ച് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയെന്നതായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. ഞാനല്ല, ഒരു പെണ്ണാണ് ഇത് അനുഭവിക്കേണ്ടത്, അവരെ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഒടുവിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് ദിലീപ് മദ്യലഹരിയിൽ പറഞ്ഞുവെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും ദിലീപിന്റെ ഏറ്റവും അടുത്ത ഒരാൾ തന്നെയായിരിക്കണം മാഡം എന്ന് തന്നെയാണ് അന്വേഷണം ആദ്യം പോയത്. ദിലീപ് തന്റെ സുഹൃത്ത് ബൈജുവിനോടാണ് മാഡത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ആദ്യം നടത്തിയത്. ഈ സംഭാഷണം ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ആ മാഡത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും അവസാനിച്ചിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളിലും ഒരു സ്ത്രീ ശബ്ദം വ്യക്തമായിരുന്നു. നടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം പൾസർ സുനി കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിലെത്തിയതിന് 2 പേർ സാക്ഷികളായിരുന്നു. എന്നാൽ ഇവർ കോടതിയിൽ മൊഴി മാറ്റി പറയുകയായിരുന്നു. പ്രതിഭാഗത്തിന്റെ ഇടപെടലിലൂടെയാണ് ഇവർ മൊഴി മാറ്റിയതെന്നാണ് അന്ന് ഉയർന്ന ആരോപണവും. അവരുടെ മൊഴി മാറ്റാൻ ദിലീപും സംഘവും നടത്തിയ ഇടപാടുകളെക്കുറിച്ച് ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദരേഖയിൽ തെളിവുകളുമുണ്ടായിരുന്നു. ഇക്കാര്യവും ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം എടുത്തതും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട്. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി ജയിലിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ കേസ് മാറ്റിമറിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ബോംബ് ഇനി പൊട്ടിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.